നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സുരക്ഷാ ആശങ്കകൾ തുടരുന്നതിനിടയിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ടാസ്മാൻ കടലിൽ രണ്ടാമത്തെ ലൈവ് ഫയർ ഡ്രിൽ നടത്തി. ടാസ്മാൻ കടലിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് രണ്ടാമത്തെ ലൈവ് ഫയർ ഡ്രിൽ നടത്തിയത്. സംഭവത്തിൽ പ്രതിപക്ഷവും സുരക്ഷാ വിദഗ്ധരും ഫെഡറൽ സർക്കാരിൽ നിന്ന് ശക്തമായ പ്രതികരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് മുൻകൂട്ടി നൽകാതെയുള്ള ചൈനയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കി. രാജ്യത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലെ 50% ഡോക്ടർമാരും ദിവസേനയോ ആഴ്ചയിലോ ശാരീരിക അതിക്രമങ്ങൾ നേരിടുന്നുവെന്ന് പുതിയ സർവേ വെളിപ്പെടുത്തുന്നു. ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ പറയുന്നതനുസരിച്ച് അസ്ഥിരമായ സുരക്ഷാ നടപടികൾ, തിരക്കേറിയ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ, ആശുപത്രിയേതര പരിചരണ സൗകര്യങ്ങളിലെ കുറവ് എന്നിവയാണ് പ്രശ്നത്തിന് പ്രധാന കാരണങ്ങളാകുന്നത്. അടിയന്തര വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി നിയോഗിച്ച സുരക്ഷാ ജീവനക്കാരുടെ നിയമനമാണ് പരിഹാരമായി ACM ആവശ്യപ്പെടുന്നത്. NSW തീരത്ത് സ്ട്രാവിന്റെ ആക്രമണത്തിൽ ഉൾപ്പെട്ടെന്ന് കരുതുന്ന മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ ശക്തമാക്കി പോലീസ്. NSW വാട്ടർ പോലീസ്, മറൈൻ റെസ്ക്യൂ, NSW ലൈഫ് സേവർ റെസ്ക്യൂ ഹെലികോപ്റ്റർ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് വൻതോതിലുള്ള തെരച്ചിൽ നടക്കുന്നത്. സ്റ്റീഫൻസ് തീരത്ത് സംസ്ഥാന വ്യാപകമായി നടന്ന ഇന്റർ ക്ലബ് മത്സ്യബന്ധന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെ ബോട്ടിൽ നിന്ന് വീണതിനെ തുടർന്ന് യുവാവിനെ വലിയ സ്രാവ് ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം ഇത് രണ്ടാമത്തെ സ്രാവ് ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. NSW-യിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഹോൾഡിംഗ് സെല്ലുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന് പോലീസ് മുന്നറിയിപ്പ്. പോലീസ് വാച്ച് ഹൌസുകളിൽ തടവുകാർ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് NSW പോലീസ് കമ്മീഷണർ അടിയന്തര യോഗം വിളിച്ചു. ജാമ്യം നിരസിച്ച തടവുകാരെ സെൽ ഡ്രാമ്പിംഗ് എന്ന പേരിൽ പോലീസ് സ്റ്റേഷനുകളിൽ ദിവസങ്ങളോളം കഴിയുന്നത് പോലീസ് സോഴ്സ് അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്നതിനുള്ള കാരണമാകുന്നുണ്ട്. ഇവ ഒഴിവാക്കാനുള്ള നടപടികളാണ് പോലീസ് വകുപ്പ് ആലോചിക്കുന്നതെന്ന് കമ്മീഷണർ യോഗത്തിൽ വ്യക്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ സെമി ഫൈനലിലേക്ക് മുന്നേറി. 6 വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ 49.4 ഓവറിൽ 241 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 43 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. 111 ബോളിൽ നിന്ന് 100 റൺസ് എടുത്ത് പുറത്താകാതിരുന്ന വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ന്യൂ സൌത്ത് വെയിൽസിലെ ലിസ്മോർ സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന ലിസ്മോർ കപ്പ് 2025 ക്രിക്കറ്റ് ടൂർണമെന്റ് മാർച്ച് 30 ലിസ്മോർ ജിം റോഡ് ഓവൽ സ്റ്റേഡിയത്തിൽ നടക്കും. ലിസ്മോർ സ്ട്രൈക്കേഴ്സ്, ടാരി റോയൽസ്, പോർട്ട് മക്വയർ വാരിയേഴ്സ്, കോപ്സ് ഹാർബർ സ്ട്രൈക്കേഴ്സ്, ടസ്കേഴ്സ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ലിസ്മോറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 5 മലയാളി ടീമുകൾ പങ്കെടുപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നവരസ സൺഷൈൻ കോസ്റ്റ് അവതരിപ്പിക്കുന്ന കയേനിന്റെ അവകാശികൾ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ മാർച്ച് 1 വൈകിട്ട് 5 മണിക്ക് സൺഷൈൻ കോസ്റ്റിലെ RSL കലണ്ടറിൽ അരങ്ങേറും. നടനും സംവിധായകനുമായ ജോയ് കെ മാത്യു, ആർട്ടിസ്റ്റ് ഡോക്ടർ ചൈതന്യ ഉണ്ണി, മമ്മൂട്ടി വെൽഫെയർ ഷെയർ ആൻഡ് കെയർ PRO റോബർട്ട് കുര്യാക്കോസ്, സൺഷൈൻ കോസ്റ്റ് പള്ളി വികാരി ഫാദർ ടിജോ പുത്തൻപറമ്പിൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഓസ്ട്രേലിയയിൽ തന്നെ ആദ്യത്തെ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ പുതുതലമുറയ്ക്ക് നാടക കലാരൂപത്തെ കൺമുന്നിൽ കണ്ട് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കുവാനുള്ള അവസരം കൂടിയാണ് സംഘാടകർ ഒരുക്കുന്നത്. ഒരു ഫാമിലിക്ക് $75 ടിക്കറ്റ് റേറ്റായി ഈടാക്കുക. US നാടുകടത്തിയ ഇന്ത്യക്കാരുമായുള്ള 4ാമത്തെ ബാച്ച് വിമാനം ദില്ലിയിലെത്തി. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ 4ാമത്തെ സംഘം ഇന്ത്യയിലെത്തിയതായി അധികൃതർ അറിയിച്ചു. US-ൽ നിന്നുള്ള 12 ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ദില്ലിയിലെത്തിയത്. പാർട്ടിയിലേക്ക് യുവജനങ്ങളെ എത്തിക്കേണ്ടതിന്റെയും ഗ്രാമീണ മേഖലയിൽ പാർട്ടിയുടെ അടിത്തറ ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യം ഊന്നിപ്പറഞ്ഞ് CPIM ബംഗാൾ സംസ്ഥാന സമ്മേളനം. യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിൽ CPIM പരാജയപ്പെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കളാകുക തൃണമൂൽ കോൺഗ്രസും BJPയും ആയിരിക്കുമെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ യുവജനങ്ങൾ മാത്രം എത്തിയാൽ പോരെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി.
ലഹരി ഇടപാടുകാരെ കുടുക്കാൻ കൊച്ചി സിറ്റിയിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ 13 പേർ അറസ്റ്റിൽ. 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കസ്റ്റംസ്, റെയിൽവേ പോലീസ്, ഡോഗ് സ്ക്വാഡ് എന്നിവരാണ് റെയ്ഡ് നടത്തിയത്. കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികൾക്ക് നേരെ കാട്ടാനാക്രമണം. ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ഇവരെ ആന ആക്രമിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചു. ചെങ്ങോട്ടുകാവ് കുഞ്ഞിലാരി സ്വദേശിയായ 39 വയസ്സുകാരിയാണ് മരിച്ചത്. 1 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.